ഋഷഭ, അതെന്തൊരു പേരാ ഇത്? ഋഷഭം എന്ന് പറഞ്ഞ കാളയാ. ഓ, ഇത് ഞങ്ങളുടെ തറവാട്ടിലൊന്നും ഇങ്ങനെയൊന്നും നടന്നിട്ടൊന്നുമില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ അത്രയും കൂടി നടന്നിട്ടില്ല. ആഹാ, പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നു. നീയാണ് എന്റെ മൂലകാരണം. അതെ, നീ മര്യാദ ഒരു കല്യാണം കഴിച്ചിട്ട് മാതൃക കാട്ടിയിരുന്നെങ്കിലേ ഇങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനത്തെ വീട്ടിൽ നടക്കില്ല. അതെ, നീ ഒറ്റ ഒരുത്തന്നെ ഇതിനെല്ലാം കാരണം. ഇപ്പൊ എല്ലാം കൂടി എന്റെ തലയിലായ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ വെറുതെ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ടായി പോകരുത്. ആ കഥ കടച്ചിട്ടിരിക്കണം അവന്റെയും അവളുടെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇതിപ്പോ സൗഹൃദമാണോ പ്രേമാണോ അതോ വല്ല ലിവിങ് ടുഗദർ ആണോ നമുക്കറിയില്ല. ലിവിങ് ടുഗദറോ? അതെന്താടാ? അമ്മ ഈ കല്യാണം കഴിക്കാതെ ആണും പെണ്ണും കൂടെ ഒരുമിച്ച് താമസിക്കത്തില്ലേ? അത് തന്നെ. ഇവിടെ തൊട്ട് പുറപ്പെടുകയും ചെയ്തു, അവിടെ ആണെങ്കിലോട്ട് എത്തിയിട്ടുമില്ല. അയ്യേ, ഇതെന്തൊരു ഏർപ്പാടാടാ. ഈ കുടുംബത്തിൽ നിന്ന് ഞാൻ വെച്ച് ഓർപ്പിക്കല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചെല്ലേ, നീ എന്ത് ഷോടി കാണിച്ചേ? എന്തപ്പോ ഇവിടെ ഉണ്ടായ? എനിക്കൊന്നും മനസ്സിലാവണല്ല. അമ്മാരി സീനായി പോയി. എന്ത് സീന്? ഒരു സീനും ഇല്ല. ആ, നിനക്ക് സീനൊന്നുമില്ല. പിന്നെ ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നേ? ആ ഹോസ്റ്റൽ വാർഡൻ കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ. തല്ലല്ലാതെ ബാക്കിയൊക്കെ കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് ചാടിയെ. നിനക്കറിയാലോ, എനിക്ക് ഇവിടെ വിശ്വസിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലവും ഇല്ല. ആകെ ഉള്ളത് ഇവിടെയാ. അങ്ങനെ എങ്ങോട്ട് കേറി വന്നേ. നീ ആണെങ്കിലോ വിളിച്ചാ ഫോൺ എടുക്കുന്നില്ല. നിനക്ക് ആ കോളൊന്നും എടുത്തൂടെ? ഞാൻ കണ്ടില്ല. ഈ ചട്ടിയും കൊട്ടയും വടിയും ചൂലും തുണിയും ഇതൊക്കെ കൂടെ എടുത്ത് എത്ര നേരം വെച്ചാൽ പരിപാടിയിൽ നിൽക്കണ്ടേ? നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇതെന്റെ വീടല്ലേ. നീ കിടന്ന് ഒച്ചെടുത്തതൊക്കെ എന്റെ അച്ഛനും അമ്മയും ബ്രദേഴ്സൊക്കെയാണ്. അവര് നോക്കുമ്പോ ഒരു പെൺകുട്ടി വീട്ടിൽ വന്ന് ചെക്കന്റെ റൂമിൽ കയറി വാതിലടച്ചു. ഇത് സംഗതി അവിടെ പോയി നിൽക്കുന്നറിയോ? ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? അവർ കാല് പോയി പിടിക്കണോ? ക്ഷമ ചോദിക്കണോ? എടി, ഫാമിലി പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെന്റ് പരിപാടിയാണ്. അവർക്ക് ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവര് ഒച്ചപ്പാടും പാളും ഉണ്ടാക്കണമെന്നുള്ളൂ. പാവങ്ങളാ. എടാ, ഞാൻ നിന്നെ വിളിച്ചാ കിട്ടാത്ത ടെൻഷനിലും ഫ്രസ്ട്രേഷനിലും എന്തൊക്കെയോ. നിക്ക്, ഞാൻ സെറ്റാക്കി തരാം. എടി എടി എടി, ഡമ്പല് കണ്ടായിരുന്നു. ഒളിഞ്ഞു കേക്കുവാ അല്ലേ? ഞങ്ങൾ ചിലപ്പോ നേരെ നിന്ന് കേൾക്കും, കുനിഞ്ഞു നിന്ന് കേൾക്കും, ചിലപ്പോ ചരിഞ്ഞു നിന്ന് കേൾക്കും. ഇത് ഞങ്ങളുടെ വീടാ, നീ ആരാ ചോദിക്കാൻ? എന്റെ പൊന്നു ചേട്ടന്മാരെ, ശരിക്കും എന്താ നിങ്ങളുടെ പ്രശ്നം? എടി, നീ വന്നപ്പോ മുതലേ ഞങ്ങളുടെ പ്രശ്നം ചോദിച്ചോണ്ട് കേട്ടോ. നിങ്ങളുടെ പ്രശ്നം എന്താന്നുള്ളത് പറ. ആകാശ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങള് ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഒരു മിനിറ്റ്. എടാ, നീ അവള് പറയാ കേട്ടാ. ഇത് അവൻ വർക്ക് ചെയ്യണ്ടെന്ന്. ആഹാ, അപ്പൊ നീ മാത്രമേ ഉള്ളൂ ഇവിടെ പണിയെടുക്കാത്തത്? അതെന്നെ ഏർപ്പാടാ. ചില പ്രത്യേക സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എനിക്ക് എന്റെ ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നു. ആ മണ്ടനെ ഞാൻ പലതവണ വിളിച്ചു, അവൻ ഫോൺ എടുത്തില്ല. പിന്നെ അപ്പത്തെ ഒരു ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ കൊണ്ട് ഞാൻ ഇവിടെ വന്ന് എന്റെ വായി തോന്നിയ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. പിന്നെ നിങ്ങൾ രണ്ടുപേരും കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആവാനുണ്ട്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല. എന്റെ പൊന്നു പെങ്ങളെ, ഞങ്ങളതിനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അല്ലടാ. എന്റെ പൊന്ന് ഋഷഭ, സന്തോഷവും സമാധാനവുമുള്ള ഒരു കൊച്ചു കുടുംബം. ആ കുടുംബത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വന്നു. അപ്പോൾ ഏതൊരു സഹോദരങ്ങളും ചെയ്യുന്നത് ഞങ്ങളും ചെയ്തുള്ളൂ. അപ്പോ ഇതിനൊരു പരിഹാരം ഇപ്പൊ ഉണ്ടാക്കണം. പരിഹാരം ഉണ്ട്. എനിക്കൊരു റൂം കിട്ടുന്നവരെ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ പോവാം. അതായിരിക്കും നിങ്ങൾക്കും നല്ലത്. ഓക്കെ? അവളീ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് എന്താ? അപ്ഡേറ്റഡ് ആവടാ. അപ്ഡേറ്റഡ് ആയ കഥ അടയ്ക്കാം.